2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. ആ വചനഭാഗം നമുക്കൊരിക്കൽ കൂടെ വായിച്ചുകൊണ്ട് തുടർന്നുള്ള ചിന്തകൾ പരിശോധിക്കുവാനായിട്ട് സമയമെടുക്കാം. 2 Corinthians chapter 5 and verse 17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, എ ന്യൂ ക്രിയേഷൻ. ഒരു പഴയ സൃഷ്ടി, ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ നിർമ്മിച്ച ആ ഓൾഡ് ക്രിയേഷൻ, ആ പഴയ സൃഷ്ടി നല്ലതായിരുന്നു, അതിനകത്ത് മോശം പറയാനൊന്നുമില്ലായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ അത് പഴയ മനുഷ്യനായി മാറി, ഓൾഡ് മാൻ. ആ പഴയ മനുഷ്യൻ വഷള, ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, മനസ്സ് ദേഹി ദൈവത്തോട് മത്സരിക്കുന്നു, ശരീരം പാപത്തിൻ്റെ വശീകരണത്തിലായിപ്പോയി, വഷളായിപ്പോയ പഴയ മനുഷ്യൻ. ഓൾഡ് ക്രിയേഷൻ വാസ് ഗുഡ്, ബട്ട് ഓൾഡ് മാൻ വാസ് ബാഡ്. അതിനെ നന്നാക്കിയെടുക്കുവാൻ ദൈവം ഒരു കുശവൻ ചീത്തയായി പോയ പാത്രത്തെ മറ്റൊന്നാക്കുന്നത് പോലെ തൻ്റെ പുത്രനിൽ കൂടെ ഒരു പുതിയ സൃഷ്ടിയാക്കി. പുതിയ സൃഷ്ടിയാക്കിയപ്പോൾ ആ പഴയ സൃഷ്ടിയെപ്പോലെ തന്നെ നല്ല ഒരു സൃഷ്ടിയാണ് ഈ ന്യൂ ക്രിയേഷൻ. ആത്മാവ് ജീവിപ്പിച്ചു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായി. ദേഹി അനുസരണക്കേടിലായിരുന്നു, അനുസരണത്തിലായി. എന്തു പറഞ്ഞാലും അനുസരിക്കും. സ്നാനപ്പെടാൻ പറഞ്ഞു, സ്നാനപ്പെട്ടു, കർത്താവിനെ അനുസരിക്കുന്ന ഒരു ദേഹി, ഒരു മനസ്സ് കിട്ടി. ശരീരം പാപത്തിൻ്റെ വശീകരണം വരുമ്പോൾ ആത്മാവിനാൽ അതിനെ ജയിക്കാൻ പ്രാപ്തിയുള്ള അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നു. അതാണ് ദാറ്റ് ഈസ് ദ ന്യൂ ക്രിയേഷൻ. ഈ പുതിയ സൃഷ്ടിയെ പുതിയ മനുഷ്യനാക്കുവാൻ, സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണ്. ആരും തല്ലിപ്പഴിപ്പിച്ച് ഒന്നും ചെയ്യിക്കാൻ പറ്റുകയില്ല, പറഞ്ഞ് ഏറ്റുപറയിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയാകുകയില്ല. അതൊക്കെ നമുക്ക് പുറമേ പറഞ്ഞു കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അകത്ത് സംഭവിക്കണം. അത് ക്രിയേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്ററായ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ പുതുതായി സൃഷ്ടിച്ച ആ പുതിയ സൃഷ്ടി ഒരു പുതിയ മനുഷ്യനാകണം. അതിന് നമ്മുടെ ഒരു പരിശ്രമം കൂടെ വേണം. അതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ച ആ 7 കാര്യങ്ങൾ. പുതിയ സൃഷ്ടിയുടെ ബൈ നേച്ചറുള്ള 7 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദൈവം സൃഷ്ടിക്കുന്ന പുതിയ സൃഷ്ടിയാകുമ്പോൾ തന്നെ ആരും പറയാതെ ജീവിതത്തിൽ ബേസിക്കായിട്ട് വരുന്ന ചില വ്യത്യാസങ്ങൾ, അത് വന്നിട്ടില്ലെങ്കിൽ പുതിയ സൃഷ്ടി അല്ല. എന്നാൽ പുതിയ സൃഷ്ടിയായവൻ പുതിയ മനുഷ്യനാകണം. ആ പുതിയ മനുഷ്യനാകാൻ പുതിയ ഉടുപ്പിടിക്കുന്നത് പോലെ, ഒരു പുതിയ കുഞ്ഞ് ജനിച്ചതിനെ ഒരു ഉടുപ്പിടിച്ച് അതിനെ ഒരു പുതിയ മനുഷ്യനാക്കി വളർത്തുന്നത് പോലെ, അതിന് മായമില്ലാത്ത പാല് കൊടുത്ത് ആ ആളത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ പുതിയ മനുഷ്യൻ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ പുതിയ സൃഷ്ടിയായി പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാണ്. സകലവും പുതുതാക്കും, ആകാശവും ഭൂമിയും ഉൾപ്പെടെ പുതുതാക്കിയിട്ട് ഒരു പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കുഞ്ഞാടിൻ്റെ കാന്തയായിട്ട് ഇറങ്ങി ഒരു സ്വർഗീയ ആരാധന. അതാണ് കൾമിനേഷൻ, അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. എന്നാൽ നാം ഓർക്കേണ്ട കാര്യം, പഴയ സൃഷ്ടി വഷളായി പഴയ മനുഷ്യനായി പോയതുപോലെ പുതിയ സൃഷ്ടിയും വഷളായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞോണം. ഈ പുതിയ സൃഷ്ടി വഷളായി പഴയ മനുഷ്യനായി പോയാൽ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല, പുതുക്കാൻ കഴിയത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്ക് വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. ഇറ്റ് കനോട്ട് ബി റിന്യൂഡ്. കാരണം ഒരിക്കൽ പുതുക്കി പുതിയ സൃഷ്ടിയാക്കി. ഈ പുതിയ സൃഷ്ടിയായവൻ പഴയ മനുഷ്യനാകാൻ വിട്ടുകൊടുക്കരുത്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ക്രിസ്ത്യ ജീവിതത്തിലേക്ക്. നമുക്ക് പലപ്പോഴും സംശയങ്ങൾ തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് പലരും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്?
അവർ വിശ്വാസികളായില്ലേ? അവർ രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നോ? അവർ സ്നാനപ്പെട്ടവരല്ലായിരുന്നോ? അവർ പുതിയ സൃഷ്ടിയായി കാണുമായിരിക്കാം. പക്ഷേ പഴയ മനുഷ്യനെ ധരിക്കാൻ തീരുമാനിച്ചു. പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ അവർ ഏറ്റെടുത്തു. പഴയ മനുഷ്യൻ്റെ രീതികളിലേക്ക് തിരിച്ചു പോയി. പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുകയില്ല. ആ പുതുമ നഷ്ടപ്പെട്ടു പോയി. പുതിയ രാജ്യത്തിൽ അവകാശമുണ്ടാകില്ല. ശിഷ്യന്മാരോട് നമുക്ക് കർത്തൃമേശയുണ്ടല്ലോ, കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദൈവരാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ഒരു നാളുണ്ട്. നമ്മളിന്ന് കർത്തൃമേശ എടുക്കുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള പ്രത്യാശ അതായിരിക്കണം. എന്നെ അവൻ പുതിയ സൃഷ്ടിയാക്കി, ഞാനൊരു പുതിയ മനുഷ്യനായി മാറി. ആ ദൈവരാജ്യത്തിൽ ആ പുതിയ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ പ്രത്യാശയോടെ വേണം നാം ഓരോ തവണയും ഇതിൽ പങ്കെടുക്കുവാൻ. നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പുതിയ സൃഷ്ടിയായോ, ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണോ ജീവിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? ഹൗ ഡു വി നോ? ഹൗ ഡു ഐ നോ ദാറ്റ് ഐ ആം എ ന്യൂ ക്രിയേഷൻ? ഞാനൊരു പുതിയ സൃഷ്ടിയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണോ ജീവിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? നാം ഓരോരുത്തരും അത് തിരിച്ചറിയണം. അതിന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഈ 2 ദിവസം പഠിച്ച വിഷയങ്ങളോട് ചേർന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനും സമർപ്പിക്കുവാനുമായിട്ട് ആ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം കഴിഞ്ഞ 2 ദിവസവും നമ്മൾ ആവർത്തിച്ചൊരു വാക്യമുണ്ട്. അത് നമുക്കൊരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 15. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. കർത്താവ് അവിടെ പറയുകയാണ്, പരിച്ഛേദനയും അഗ്രചർമ്മവും യഹൂദന്മാരെ സംബന്ധിച്ച് അവർ വളരെ ഗൗരവമായിട്ട് എടുത്തിരുന്ന ഒരു വിഷയമാണ്. പരിച്ഛേദന ഏൽക്കാത്തവന് പെസഹായിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല. അവൻ്റെ അടയാളം, അവൻ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കൂട്ടത്തിലാണെന്നുള്ളതിൻ്റെ അടയാളമായിട്ട് പോലും കണക്കാക്കിയിരുന്നത് പരിച്ഛേദനയാണ്. എന്നാൽ പുതിയ നിയമം പറയുന്നത് ഈ പുറമേയുള്ള ഒന്നുമല്ല ദൈവം അടയാളമായിട്ട് കാണാൻ പോകുന്നത്. അതൊക്കെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പരിച്ഛേദന വേണ്ട എന്ന് കർത്താവ് പഠിപ്പിച്ചില്ല യഹൂദനോട്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ ദൈവത്തിൻ്റെ ആ സൈൻ, അടയാളം എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയായോ എന്നുള്ളത് മാത്രമാണ്. പുതിയ സൃഷ്ടി ആണ് കാര്യം. നമുക്കറിയാം, മോശയെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. അവൻ അമ്മായപ്പൻ്റെ അടുക്കൽ നിന്ന് ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഫറവോനോട് സംസാരിക്കാനുള്ള ദൂതും ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം മക്കളെ പരിച്ഛേദന ചെയ്തില്ല. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിച്ഛേദന എന്ന ദൈവവ്യവസ്ഥ അബ്രഹാമിൻ്റെ സന്തതിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പുതിയ നിയമം പറയുകയാണ്, അതിലും പ്രധാനപ്പെട്ട വിഷയമാണ് പുതിയ സൃഷ്ടിയാകുക എന്നുള്ളത്. ദൈവം എതിരായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. പുതിയ സൃഷ്ടിയാണ് കാര്യം. പുതിയ സൃഷ്ടിയാണോ അല്ലയോ? ആ പുതിയ സൃഷ്ടിയായവർ പുതിയ മനുഷ്യനെ ധരിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം ശ്രദ്ധിച്ച് പഠിക്കാമെന്നുണ്ടെങ്കിൽ 7 പ്രധാന അടയാളങ്ങൾ, എവിഡൻസസ്, തെളിവുകൾ, ഇന്നിന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാം പുതിയ സൃഷ്ടിയാണോ പുതിയ മനുഷ്യനാണോ എന്നുള്ളത്. അപ്പോൾ ന്യൂ ക്രിയേഷൻ, ന്യൂ മാൻ. ഓൾഡ് ക്രിയേഷൻ, ഓൾഡ് മാൻ. ഈ ഓൾഡ് ക്രിയേഷന് പറ്റിയ അതേ മിസ്റ്റേക്ക്, പഴയ സൃഷ്ടി പഴയ മനുഷ്യനായി പോയ അതേ അബദ്ധം പുതിയ സൃഷ്ടിക്ക് സംഭവിക്കാം. അതാണ് ഈ ലേഖനങ്ങളെല്ലാം എഴുതിയേക്കുന്നത്. നിങ്ങൾ പുതിയ സൃഷ്ടിയായി, വീണ്ടെടുപ്പ് പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടപ്പോൾ പുതിയ സൃഷ്ടിയായി. ഇത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉപദേശപരമായിട്ട് കുഴഞ്ഞു. ഈ പുതിയ സൃഷ്ടിയായവർ പുതിയ മനുഷ്യനായി ജീവിക്കണം, പഴയ മനുഷ്യനായി മാറരുത് ഒരിക്കലും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നമുക്ക് ആദ്യം വരാം. 1 John chapter 2 and verse 3. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. ഇതിനാൽ അറിയാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് ഇതിനാൽ അറിയാം. ബൈ ദിസ് വി നോ. ആ പ്രയോഗം യോഹന്നാൻ
പലതവണ തൻ്റെ ലേഖനത്തിൽ, പ്രത്യേകിച്ച് 1-ാം ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ആ പ്രയോഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളുടെ മർമ്മങ്ങൾ, ആ പൊരുൾ തിരിക്കുന്ന കീ വേർഡ്. ബൈ ദിസ് വി നോ. കെമിസ്ട്രി ലാബിൽ ഒരു സോൾട്ട് അനാലിസിസിന് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളതെടുത്ത് റിയേജൻസ് എല്ലാം ആഡ് ചെയ്തപ്പോൾ അതിനകത്ത് ചില ലക്ഷണങ്ങളുണ്ട്, പഠിക്കും. ഇന്നതാണ് വരുന്നതെങ്കിൽ, ഒരു ബ്രിസ്ക് എഫർവസൻസ് വന്നാൽ, ഒരു ബ്രൗൺ റിങ് വന്നാൽ ഇന്നതാണ് ആ സാധനം. അത് കൃത്യമായി അങ്ങനെ തന്നെ സംഭവിക്കും. അതുപോലെ യോഹന്നാൻ കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ യോഹന്നാൻ വളരെ കൃത്യമായി ആത്മീയ ജീവിതത്തിൻ്റെ കെമിസ്ട്രി ഓഫ് സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവിതത്തിൻ്റെ കെമിസ്ട്രി ഇതാണ്. ഇന്നതുണ്ടെങ്കിൽ അതറിയാം നീ പുതിയ സൃഷ്ടിയാണോ, പുതിയ മനുഷ്യനാണോ എന്നുള്ളത്. ഇന്നതില്ലയോ, നീ പുതിയ സൃഷ്ടിയാണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബൈ ദിസ് വി നോ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, 3-ാം വാക്യം പറയുന്നത്, നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് ഏതിനാൽ അറിയാം? വി നോ ഹിം. അതാണ് ഇൻഫറൻസ്. എവിഡൻസ് എന്താണ്? ഇൻഫറൻസ് എന്താണ്? ഞാൻ അവനെ അറിഞ്ഞിരിക്കുന്നു. അറിവ് എന്നുള്ളത് ബുദ്ധി കൊണ്ടുള്ള ഒരു അറിവിനെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ഒരു വളരെ പേഴ്സണലായിട്ടുള്ള, വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അറിവിനെക്കുറിച്ചാണ് യോഹന്നാൻ അവിടെ സംസാരിക്കുന്നത്. കർത്താവിനെ, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് ഏതിനാൽ അറിയാം? ഒറ്റ കാര്യമേ ഉള്ളൂ അതിൻ്റെ എവിഡൻസ്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. കീപ് ഹിസ് കമാൻഡ്മെൻറ്റ്സ്. യേശുവിൻ്റെ അടുക്കൽ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വന്നവനോട് കർത്താവ് ചോദിച്ച കാര്യമുള്ളൂ, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് പ്രമാണിക്കണം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, അവൻ്റെ കൽപ്പനകളിൽ ചിലത് പ്രമാണിക്കുന്നതുമല്ല. ഓൾ ഹിസ് കമാൻഡ്മെൻറ്റ്സ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു പറഞ്ഞത് എങ്ങനെ പ്രമാണിക്കണമെന്നാണ്. മാത്യു ചാപ്റ്റർ 28 and verse 20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം, ഞാൻ നിങ്ങളോട് എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതൊന്നുപോലും വിട്ടുകളയാതെ പ്രമാണിക്കണം. ഓൾ ഹിസ് കമാൻഡ്മെൻറ്റ്സ്. അവൻ്റെ കൽപ്പനകൾ മുഴുവനായി. എ ടോട്ടൽ ഒബീഡിയൻസ്, എ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്സ് ടു ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗാഡ്. അതാണ് അവനെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ കെമിസ്ട്രിയാണ്. ദൈവത്തെ എന്തിനും ഏതിനും അനുസരിക്കാനുള്ള സമർപ്പണമുണ്ടോ? ഇനി അതല്ല എന്ന് തെളിയിക്കാനുള്ള കാര്യമാണ് ഞാൻ ആ റെഡ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മറുവശമാണ്. ആ മറുവശവും കൂടെ തിരുവെഴുത്തിൽ യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം തെറ്റിദ്ധാരണയിൽ പോകരുതല്ലോ. തൊട്ടടുത്ത വാക്യം നമ്മൾ വായിച്ച അവിടെ എഴുതിയിരിക്കുന്ന 4-ാം വാക്യം വായിച്ചേ. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും, കൽപ്പനകളെ മത്തായി 28:20 പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാം പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഈസ് എ ലയർ. അവൻ കള്ളനാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനിൽ എന്തില്ല? സത്യം അവനിലില്ല. നോ ട്രൂത്ത് ഇൻ ഹിം. സത്യം അവനിൽ ലവലേശമില്ല. ഓ, എന്തൊരു ക്ലിയർ കെമിസ്ട്രിയാണിത് ദൈവമക്കളെ. യോഹന്നാൻ വളരെ തെളിവായിട്ട് പറയുക, വാ കൊണ്ട് ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവൻ്റെ കൽപ്പനകൾക്ക് ഗൗരവമായി ജീവിതത്തിൽ ഏറ്റെടുക്കാൻ താല്പര്യമില്ല, അതനുസരിക്കുന്നില്ല. അങ്ങും ഇങ്ങുമൊക്കെ ചിലത് പ്രമാണിച്ചിട്ട് ഞാൻ അനുസരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈസ് എ ലയർ. ഈസ് നോട്ട് എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടിയല്ല, പുതിയ മനുഷ്യനുമല്ല. കള്ളൻ എന്ന പേര് യേശു ഉപയോഗിച്ചത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന പിശാചിനെക്കുറിച്ച് പറയുമ്പോഴാണ്. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും. ഈസ് ദ ഫാദർ ഓഫ് ഓൾ ലൈസ്. ആത്മീയ ജീവിതം വളരെ സിമ്പിളാണ്. ഒരു ലാബറട്ടറി പരിശോധിക്കുന്ന പോലെ ദൈവസന്നിധിയിൽ പരിശോധിച്ച് റിസൾട്ട് തരും.
അതാണ് ബെൽഷസറിനെ ഭിത്തിമേലൊരു കൈയെഴുത്ത്, ദ റൈറ്റിംഗ് ഓൺ ദ വാൾ, ഭിത്തിമേലൊരു കൈയെഴുത്ത് വന്ന് എഴുതി കാണിച്ചതാണ്. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായിട്ട് കണ്ടിരിക്കുന്നു. അവൻ നമ്മെ തൂക്കി നോക്കിയിട്ട് അവൻ്റെ ലാബറട്ടറിയിൽ നമ്മെ പരിശോധിച്ചിട്ട് പറയും, യു ആർ എ ലയർ, നീ ഒരു കള്ളനാ, സത്യം നിൻ്റെ ജീവിതത്തിലില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, അവൻ നിന്നോട് കൽപ്പിച്ച വചനങ്ങൾ, ഇന്നിന്ന വചനങ്ങൾ നീ പ്രമാണിച്ചിട്ടേ ഇല്ല. വാഗൊണ്ട് നീ പറഞ്ഞു നീ പുതിയ സൃഷ്ടിയാ, നീ പുതിയ മനുഷ്യനാന്നൊക്കെ അവകാശപ്പെട്ടു, ഗംഭീര ഗമണ്ഡൻ സാക്ഷ്യങ്ങളൊക്കെ നീ പറഞ്ഞു. ദൈവത്തിൻ്റെ ലാബറട്ടറി, നമ്മൾ പല സിംറ്റംസുമായിട്ടൊരു ഡോക്ടറുടെ അടുത്ത് ചെല്ലും. ഡോക്ടറെ എനിക്ക് ആ അസുഖമുണ്ട്, ഈ വേദനയുണ്ട്, ആ വേദനയുണ്ട്. ഉടനെ ഒരു പരിശോധനയ്ക്ക് അയക്കും. ബ്ലഡ് ഒന്ന് പരിശോധിച്ചിട്ട് വാ, അല്ലെങ്കിൽ യൂറിൻ ഒന്ന് പരിശോധിച്ചിട്ട് വാ. ആ പരിശോധനയുടെ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്താണ് ആക്ച്വലി ഉള്ള കുഴപ്പമെന്നുള്ളത്. അതുപോലെ പരിശോധിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. അവൻ പരിശോധിച്ച് കള്ളനെന്ന് തെളിയിക്കും. കള്ളം പറഞ്ഞതുകൊണ്ടല്ല കള്ളനായത്. ശ്രദ്ധിക്കണം, നമ്മളിവിടെ പലതും കള്ളൻ എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് എന്തുവായി പറഞ്ഞത്, ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. എടാ, നീ കള്ളം പറഞ്ഞതല്ല വിഷയം, നീ ദൈവകൽപ്പന അനുസരിക്കാത്തത് കൊണ്ടാണ് നീ കള്ളനായത്. ദൈവകൽപ്പന അനുസരിക്കാത്തവൻ്റെ പേരെന്താ? പുസ്തകം പറയുന്നത് കള്ളൻ, ലയർ. എന്താ കള്ളം? ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറഞ്ഞത് കള്ളമാണ്. ഇന്ന് ആത്മീയലോകം മുഴുവൻ കള്ളന്മാർ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ അറിയുന്നു എന്ന് അവകാശപ്പെടുകയും ദൈവകൽപ്പനകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ടെസ്റ്റ് യുവർ സെൽഫ്. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, പരീക്ഷിപ്പീൻ. എക്സാമിൻ യുവർ സെൽഫ്. ഒരു ലാബറട്ടറി പരീക്ഷിക്കുന്ന പോലെ, പരിശോധിക്കുന്ന പോലെ ഒന്ന് പരിശോധിക്കണം. ആം ഐ എ ലയർ? ഞാനൊരു കള്ളനാണോ? ദൈവകൽപ്പനകൾക്ക് എത്ര പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്? നിനവേലേക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ തർശീസിലേക്ക് പോകുന്ന കള്ളനാണോ? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കള്ളത്തിന് നിർവചിച്ചിരിക്കുന്ന നിർവചനമല്ല പുസ്തകം ആത്മീയ ജീവിതത്തെ പരിശോധിക്കുന്ന ആ പുതിയ നിയമ വിശ്വാസ ജീവിതത്തിൻ്റെ കെമിസ്ട്രി പറയുന്നത് അങ്ങനെയല്ല. നീ ദൈവകൽപ്പന അനുസരിക്കാതിരുന്നാൽ നീ ഒരു ഭോഷ്ക പറയുന്നത്, നീ കള്ളനാണ്. ദർ ഇസ് നോ ട്രൂത്ത് ഇൻ ഹിം എന്ന് പറഞ്ഞാൽ അവനിൽ സത്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രൂത്ത് ഈസ് എ പേഴ്സൺ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞ ഒരേ ഒരാളത്വമേ ചരിത്രത്തിലുള്ളൂ. സത്യം എന്ന ആളത്വം ഒറ്റ ഒരാളേ ഉള്ളൂ, ദാറ്റ് ഈസ് ജീസസ്. യേശുവാണ് സത്യം, യേശു അവനിലില്ല. പറയുന്നത് ദൈവത്തെ അറിയുന്നു, യേശുവിനെ അറിയുന്നു എന്നാണ്. പക്ഷേ ദൈവകൽപ്പനകൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമുക്ക് പകൽക്കാലം ഗൗരവത്തോടെ മടങ്ങി വരാം. ഗൗരവത്തോടെ ക്രിസ്ത്യ ജീവിതം ഗൗരവമായിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അത് ദൈവത്തിൻ്റെ ലാബറട്ടറിയിൽ അവൻ പരിശോധിച്ച് അവൻ നന്നായിട്ട് തെളിയിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് മനുഷ്യരെ കബളിപ്പിക്കാം, നമുക്ക് ദൈവത്തെ കബളിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ എവിഡൻസ് പ്രൂവ് ചെയ്യുന്ന കാര്യം ഇതാണ്, എ ടോട്ടൽ ഒബീഡിയൻസ് ടു ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗാഡ്. ദൈവ കൽപ്പനകളോട് യാക്കോബ് അതിനെക്കുറിച്ച് എഴുതുമ്പോൾ, ന്യായപ്രമാണത്തിൽ ഒന്നിൽ തെറ്റിയാൽ, ഒന്ന് ലംഘിച്ചാൽ നീ സകലവും ലംഘിക്കുന്നു. എല്ലാം അനുസരണക്കേട് കാണിച്ചതിൻ്റെ തുല്യമാണത്. അതാണ് പറയുന്നത് കള്ളനാണ്. എല്ലാം അനുസരിക്കുന്നില്ലെങ്കിൽ എല്ലാം അനുസരണക്കേട് കാണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ബാക്കി 99 അനുസരിച്ച് കർത്താവേ, ഒന്ന് എന്നെ കൊണ്ട് പറ്റുകയില്ല, അതൊഴിച്ച് ബാക്കി എന്ത് വേണേലും ഞാൻ ചെയ്യാം. നോ, 100% എ ടോട്ടൽ ഒബീഡിയൻസ് ടു ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗാഡ്. അതാണ് ഒരു പുതിയ സൃഷ്ടിയുടെ എവിഡൻസ്. ഒരു പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യനായി ജീവിക്കുന്നതിൻ്റെ എവിഡൻസ്. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത കാര്യം 1 യോഹന്നാൻ 2 അധ്യായത്തിൻ്റെ 5 വാക്യത്തിലേക്ക് വരാം. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം താഴോട്ട് വായിച്ചോ. നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. അവനെ അറിയുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 3-4 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. 2 ഇവിടെ പറയുന്നത് എബൈഡ് ഇൻ ഹിം, ഞാൻ അവനിൽ ഇരിക്കുന്നു എന്നെങ്ങനെ അറിയാം?
ഞാൻ ദൈവത്തിലാണ് വസിക്കുന്നത്. കർത്താവ് പറഞ്ഞു, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ എന്നിൽ വസിപ്പീൻ. എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും, നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഞാൻ യേശുവിൽ വസിക്കുന്നുണ്ടോ? ഇന്നലെ നമ്മൾ ചിന്തിച്ചു, എപ്പോഴാണ് ഈ പുതിയ സൃഷ്ടിയാകുന്നത്? ഇൻ ക്രൈസ്റ്റ്. ഒരുവൻ ക്രിസ്തുവിലായാൽ രണ്ട് സാധ്യതയുള്ളൂ. ഒന്നുകിൽ ഇൻ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ നോട്ട് ഇൻ ക്രൈസ്റ്റ്. ഒന്നുകിൽ ക്രിസ്തുവിലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിലല്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതിൻ്റെ ഇടയ്ക്കത്തെ ഒരു പരുവുമില്ല. ഇവിടെ പറയുകയാണ്, യേശുവിലാണ് എന്നുള്ളത് എങ്ങനെ അറിയാം? നടപ്പ് കണ്ടാൽ അറിയാം. ദ വേ ഓഫ് ലൈഫ്. അവൻ, ഇന്നലെ നമ്മൾ കണ്ടു, അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടർന്ന് നടക്കുന്നുണ്ടോ? അവൻ സ്നേഹത്തിൽ നടന്നതുപോലെ. അവിടെ ആ സ്നേഹത്തോട് ചേർത്ത് കണക്ട് ചെയ്താണ് ആ നടപ്പിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കിംഗ് ഇൻ ലവ് എന്നെഴുതിയിരിക്കുന്നത്. യേശു സ്നേഹത്തിൽ നടന്നതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നടക്കുന്ന ഒരു ജീവിത രീതി, ഒരു ലൈഫ് സ്റ്റൈലുണ്ടോ? ആ സ്നേഹത്തിൽ നടക്കുമ്പോൾ തന്നെയാണ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി സംസാരിച്ച പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞത്. അവനെ ഒറ്റിക്കൊടുത്ത യൂദായെക്കുറിച്ച് ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ യേശു എങ്ങനെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് കർത്താവ് അവിടെ പറയുന്ന കാര്യം. അതിൻ്റെ 9-ാം വാക്യം വായിക്കാമെങ്കിൽ അതിൻ്റെ മറുവശം നമുക്ക് കാണാനായിട്ട് കഴിയും. ആ മറുവശവും കൂടെ അറിഞ്ഞേച്ച് വേണം ആ എവിഡൻസ് വെച്ച് നമുക്കൊരു ഇൻഫറൻസ് നടത്തുവാനായിട്ട്. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, വെളിച്ചത്തിലിരിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, അവനിൽ ഇരിക്കുന്നു. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാണ് 1-ാം അധ്യായം തുടങ്ങുന്നത്. അവനിൽ ഇരിക്കുന്നു എന്ന് പറയുകയും, അല്ലെങ്കിൽ വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും പക വെച്ചുകൊണ്ടാണ് നടക്കുകയും ചെയ്യുന്നതെങ്കിൽ, ഹേറ്റ്രഡ്, പക വെച്ചുകൊണ്ടാണ് നടക്കുകയും ചെയ്യുന്നതെങ്കിൽ, യു ആർ അബൈഡിങ് ഇൻ ഡാർക്ക്നെസ്. അവനിലല്ല ഇരിക്കുന്നത്, വെളിച്ചത്തിലല്ല ഇരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഇരിക്കുന്നത്? ഇരുട്ടിൽ. പറയുന്നത് എവിടെയാണ്? പറയുന്നത് എന്താ? ഞാൻ വെളിച്ചത്തിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ യേശുവിലായിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിലായി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പക നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, പക ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നാം നടക്കുന്നതെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആ പക വീട്ടാൻ വേണ്ടിയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, പക ഉള്ളിൽ വെച്ച് അതിങ്ങനെ പുകഞ്ഞ് അതിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, എവിഡൻസ് അതാണ്. അത് തെളിയിക്കുന്ന കാര്യം ഇതാണ്, അതിൻ്റെ ഇൻഫറൻസ് ഇതാണ്. യു ആർ അബൈഡിങ് ഇൻ ഡാർക്ക്നെസ്. ഇരുട്ടിലാണ് ഇരിക്കുന്നത്. എവിടെയല്ല ഇരിക്കുന്നത്? യേശുവിലല്ല ഇരിക്കുന്നത്. യു ആർ നോട്ട് അബൈഡിങ് ഇൻ ജീസസ്. മുന്തിരിവള്ളിയിലല്ല വസിക്കുന്നത്, ഒരു കാട്ടുവൃക്ഷത്തിലാണ് ഇപ്പോഴും വസിക്കുന്നത്. വളരെ ക്ലിയറായിട്ട് ന്യായവിധിയുടെ മുമ്പിൽ തിരുവഴുത്ത് വെച്ച് അവൻ പ്രൂവ് ചെയ്തു തരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ. ന്യായവിധി നമുക്ക് ആരുടെയും ഒത്താശ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. അവൻ നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് തെളിയിച്ച്, നേരത്തെ പറഞ്ഞല്ലോ, ലാബ് റിസൾട്ട് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക അവൻ തെളിയിച്ചു തരും. നീ ആദ്യം മുതൽ ഇരുട്ടിലാണ്. യൂദായെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ആദ്യം മുതൽ പണം എടുത്തുകൊണ്ടിരുന്നവനാണ്. മടിശീല അവൻ്റെ കയ്യിലാണ്. അവൻ ആദ്യം മുതൽ കള്ളത്തരം കാണിച്ചുകൊണ്ടിരുന്നതാണ്. പിശാചിനെക്കുറിച്ച് പറയുന്ന അവൻ ആദ്യം മുതൽ പോഷ്കിൻ്റെ അപ്പനാണ്, ഇരുട്ടിലാണ്, കള്ളനാണ്. മക്കളെ, അതുകൊണ്ട് യേശു നടന്ന ആ സ്നേഹത്തിൻ്റെ പാതയിൽ അവൻ്റെ കാൽച്ചുവടിൽ പിന്തുടർന്ന് നടക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും പരിശോധിച്ചു. വേറെ ആരെയും അടുത്തിരിക്കുന്നവരാരെയും മാർക്കിടരുത്. വേറെ ആർക്കും വേണ്ടിയല്ല സംസാരിക്കുന്നത്, നമുക്ക് അവരവർക്ക് വേണ്ടിയാണ്. ഈ വചനം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം. ആം ഐ അബൈഡിങ് ഇൻ ലൈറ്റ്, ഇൻ ഗാഡ്, ഇൻ ജീസസ്? യേശുവിലാണോ ഞാൻ വസിക്കുന്നത്? അതാണ് 2-ാമത്തെ എവിഡൻസ്. അതിൻ്റെ തെളിവിതാണ്. അവൻ നടന്ന ആ സ്നേഹത്തിൻ്റെ പാതയിൽ അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടർന്നാണോ ഞാൻ നടക്കുന്നത്? ഈ സ്ഥാനത്ത് യേശുവായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയം. 3-ാമത്തതിലേക്ക് നമുക്ക് വരാം. തൊട്ടടുത്ത വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല,
അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. അടുത്ത വാക്യം, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. തെളിയിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും, പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കുന്ന പുതിയ മനുഷ്യനാരെന്നും പഴയ മനുഷ്യനായിട്ട് ജീവിക്കുന്നവനാരെന്നും തെളിയിക്കുന്ന, പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ബൈ ദിസ് വി നോ. തെളിവതാണ്, എവിഡൻസ് അതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ പുറമേയുള്ള ഒരു തെളിവും ദൈവത്തിന് വേണ്ട. 9-ാം വാക്യം അതിൻ്റെ തെളിവ് പറയുന്ന ഇതാണ്, ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നില്ല. NIV അത് നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കിങ് ജെയിംസ് അത് ഡസ് നോട്ട് സിൻ എന്ന് എഴുതിയിരിക്കുന്നത്, ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. അവിടുത്തെ ടെൻസ് അതാ. പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചു, ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു, ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? തിരുവെഴുത്തിൽ പത്രോസ് എഴുതുമ്പോൾ 2 ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പന്നിയുടെ ഒരു ദൃഷ്ടാന്തവും മറ്റൊന്ന് നായയുടെ ദൃഷ്ടാന്തവും. ഈ 2 മൃഗങ്ങളുടെയും പ്രത്യേകത, പന്നിയെ കുളിപ്പിച്ചാൽ, അതിനെ ഒന്ന് പുതുതാക്കാമെന്ന് വിചാരിച്ച് കുളിപ്പിച്ചാൽ അത് വീണ്ടും പോയി ചെളിയിൽ ഉരുളും. നായയുടെ പ്രശ്നമെന്ന് വെച്ചാൽ അത് വൊമിറ്റ് ചെയ്ത് കളയുന്ന സ്വന്തം ഛർദിയിലേക്ക് വീണ്ടും പോയി അത് ചാപ്പിടും. അതാണ് നായയുടെ പ്രത്യേകത. ഈ 2 അവസ്ഥ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യു ആർ നോട്ട് ബോൺ ഓഫ് ഗോഡ്. അതിന് പകരം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്താ? നീ ആരിൽ നിന്ന് ജനിച്ചെന്ന് അതിനകത്ത് പറയുന്നത്? പിശാചിൻ്റെ മകൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ആ വാക്യം ഇതേ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടാണ് 3-ാം അധ്യായത്തിലേക്ക് ആ വിഷയം കൊണ്ടുവരുന്നത്. 1 യോഹന്നാൻ 2:29. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പ്രാക്ടീസിങ് റൈച്ചസ്നെസ് എന്നാണ്. പ്രാക്ടീസിങ് എന്ന് പറഞ്ഞാൽ എ പ്രാക്ടീസിങ് ലോയർ, എ പ്രാക്ടീസിങ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നയാൾ. LLB പഠിച്ചേച്ച് പ്രാക്ടീസ് ചെയ്യാത്ത ഒരുപാട് വക്കീലന്മാരുണ്ട്. കേസില്ലാ കോടതിയിലെ വീസില്ലാ വക്കീൽ എന്നൊക്കെ പണ്ട് നമ്മൾ പറയുമായിരുന്നു. പഠിച്ചെന്നുള്ളതല്ലാതെ ചെയ്യുന്നില്ല. പ്രാക്ടീസിങ് ഡ്രൈവർ, ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് ഉണ്ട്, പക്ഷേ ഇന്നേ വരെ ജീവിതത്തിൽ സ്റ്റിയറിങ് കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്ത് പ്രയോജനം? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. റൈച്ചസ്നെസ്, നീതി തുടർമാനമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. ജീവിതത്തിൽ ഓരോ ദിവസവും നീതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് പല പാട്ട് പാടുന്നവർ പ്രാക്ടീസ് ചെയ്യും. കാരണം ഏറ്റവും നന്നായിട്ട് ആ ഫംഗ്ഷന് പാടണം, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. ഈ സ്കൂളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ എന്തോ ഒരു പ്രാക്ടീസാണ്. ഓട്ട മത്സരത്തിന്, ഗെയിംസിന് പോകുന്നവർ പ്രാക്ടീസ് ചെയ്യും. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവർ നേരത്തെ പ്രാക്ടീസ് ചെയ്യും. നാം എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി, നമ്മുടെ ഭവനത്തിൽ, ഭവനാന്തരീക്ഷത്തിൽ, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ, ജോലിസ്ഥലത്ത് കൂട്ടുകാരൊന്നിച്ചിരിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീതിയാണോ ദൈവഭക്തിയാണോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതോ ഈ പറഞ്ഞതുപോലെ പാപത്തിൻ്റെ വശീകരണങ്ങൾ, അതിൻ്റെ മുമ്പിൽ അതൊക്കെയാണോ നാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് തെളിവ്. കർത്താവ് പറയും, കുഞ്ഞെ, നീ ഞായറാഴ്ചയല്ലാതെ വേറെ ഒരിക്കൽ പോലും നീ ഒരു സ്തോത്രം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. കർത്താവ് ഇങ്ങനെ തന്നെ ചോദിക്കും. ഞായറാഴ്ച സഭ വരുമ്പോൾ പോലും നിൻ്റെ വായിൽ നിന്നൊരു സ്തോത്രം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വല്ലപ്പോഴും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴേ പറഞ്ഞിട്ടുള്ളൂ? ഞായറാഴ്ചയെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്തോത്രം നിൻ്റെ വായിൽ നിന്ന് കണ്ടിട്ടില്ല. യു നെവർ പ്രാക്ടീസ്ഡ് ഇറ്റ്. നീ ഒരിക്കൽ പോലും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ദൈവത്തിന് നന്ദി എന്ന് ഒരിക്കൽ പോലും നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാക്ടീസ് വന്നിട്ടില്ല. ഒരു സങ്കീർത്തനമോ ഒരു വചനമോ നിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും നീ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദൈവം നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് പ്രൊഫസ് ചെയ്യുന്നു എന്നുള്ളതല്ല.
നാം എന്ത് അവകാശപ്പെടുന്നു എന്നുള്ളതല്ല വിഷയം, ഞാൻ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിന് വിഷയം ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും. അതുകൊണ്ടാണ് തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പോൾ പറയുന്നത്, ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യണം. ശരീരാഭ്യാസം പോലെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് ഗോഡ്ലിനെസ്. പ്രാക്ടീസ് ആൻഡ് ഗോഡ്ലിനെസ്. അതാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നീ എവിടെ നിന്ന് ജനിച്ചതാ? യു ആർ നോട്ട് ബോൺ ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതല്ല, പിന്നെ ആരുടെ മകനാണെന്ന് എഴുതിയിരിക്കുന്നത്? യു ആർ ബോൺ ഓഫ് ഡെവിൾ. ദൈവം ഒരു ലാബറട്ടറി റിസൾട്ട് തരുന്ന പോലെ അവസാനം ഒരു റിസൾട്ട് അടിച്ച് കയ്യിലോട്ട് തന്നേച്ച് പറയും, കണ്ടോ ഇതാണ് നിൻ്റെ ആകത്തുക, ജീവിതത്തിൻ്റെ റിസൾട്ട് ഇതാണ്. യു ആർ ബോൺ ഓഫ് ഡെവിൾ. നീ പിശാചിൻ്റെ സന്തതിയാണ്. കാരണം നീ പ്രാക്ടീസ് ചെയ്യുന്ന മുഴുവൻ, നീ പറയുന്നത് മുഴുവൻ, നീ പ്രവർത്തിക്കുന്ന മുഴുവൻ, നിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നീ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും അനീതിയും പാപവും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യവും. ദാറ്റ് ഈസ് എവിഡൻസ്. ഈ തെളിവുകൾ വെച്ചാണ് ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവം നമ്മെ ന്യായം വിധിക്കാൻ പോകുന്നത്. പുതിയ സൃഷ്ടിയും പുതിയ മനുഷ്യനും ഏതാണെന്നും പഴയ മനുഷ്യനായിട്ട് ജീവിച്ചു പോയോ എന്നുള്ളതുമൊക്കെ ദൈവം തെളിയിക്കാൻ പോകുന്നത് തിരുവെഴുത്ത് വെച്ചിട്ട്. അതുകൊണ്ട് ഈ തിരുവെഴുത്തുകളെ നാം വളരെ ഗൗരവമായിട്ട് കാണേണ്ടതായിട്ടുള്ള വിഷയമുണ്ട്. അടുത്തതിലേക്ക് പോകാം. 4-ാമത്തെ വിഷയം 1 യോഹന്നാൻ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. ഇതിനാൽ അറിയാം, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അറിയുന്ന തെളിവിതാണ്. എന്ത് ടെസ്റ്റ് ചെയ്താൽ അറിയാം? ഒറ്റ കാര്യമാണ് ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്. സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. ലവ് ടുവേർഡ്സ് ബ്രദറൻ. ദൈവമക്കളോടുള്ള സ്നേഹം കൊണ്ടറിയാം നീ മരണത്തിലാണോ അതോ ജീവനിലാണോ ആയിരിക്കുന്നത് എന്നുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടു, പഴയ സൃഷ്ടിയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ആ വൃക്ഷഫലം തിന്നു മരിച്ചു. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദാമിൻ്റെ ആ വൃക്ഷഫലം പറിച്ചു തിന്ന ആദാമിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ വ്യാപരിച്ച മരണമാണ്. തൊട്ട് താഴെ കയീൻ്റെയും ഹാബേലിൻ്റെയും കാര്യമാണ് യോഹന്നാൻ താഴോട്ട് പറയുന്നത്. എന്താ സംഭവിച്ചത്? കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി തൻ്റെ സഹോദരനെ കൊന്നു. ഹി വാസ് നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് ഓർ ലവ് ഹിസ് ബ്രദർ. ഇതിനാൽ അറിയാം. ലാബറട്ടറി ടെസ്റ്റ് ചെയ്യുന്ന പോലെ ദൈവം ടെസ്റ്റ് ചെയ്യുന്ന ദൈവമക്കൾ. വേറെ ഒന്നും നമ്മൾ കുറേ കൂട്ടുകൂടി കുറേ സംഘം ചേർന്ന് എൻ്റെ കൂടെ ഇത്രയും പേരുണ്ട് ആൾബലം ഒന്നും തെളിയിച്ചുകൊണ്ട് ദൈവസന്നിധി ചെന്ന് വിലപ്പ് പോകത്തില്ല. ഓരോരുത്തൻ്റെ ബ്ലഡ് പരിശോധിക്കും, ഓരോരുത്തൻ്റെ ജീവിതം പരിശോധിക്കും. എന്നിട്ട് പറയും ഇതാണ് തെളിയുന്നത്. അവൻ എക്സ്റേ എടുക്കും, ഇതാണ് നിൻ്റെ ജീവിതത്തിൽ തെളിയുന്നത്. നിൻ്റെ ഉള്ളിലിരിപ്പ് മുഴുവനും ഇതായിരുന്നു, നിൻ്റെ ഉദ്ദേശം മുഴുവനും ഇതായിരുന്നു, നീ സഭയെ വന്നിരിക്കുമ്പോഴും നിൻ്റെ മനസ്സിൽ കൂടെ പൊക്കൊണ്ടിരുന്നത് ഇതായിരുന്നു. തൊട്ടടുത്ത വാക്യം അതിൻ്റെ മറുവശവും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. 15-ാം വാക്യം വായിച്ചേ. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. സഹോദരൻ, ഇഫ് യു ഹേറ്റ്, സ്നേഹത്തിന് പകരം പകയാണ് ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ ആ പക പല വിധത്തിൽ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. കയീന് പറഞ്ഞിരുന്ന പേരാണ് അവിടെ പറയുന്നത്. കയീൻ്റെ പ്രശ്നം, അവൻ സഹോദരനെ പകച്ചു. അവന് പക വരാനുള്ള ഒരേ ഒരു കാരണം, സഹോദരനിൽ ദൈവം പ്രസാദിച്ചു, അത് അവന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതവന് സ്വീകരിക്കാനേ പറ്റുന്നില്ല. അവൻ്റെ യാഗത്തിൽ, അവൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മറ്റൊരാൾക്ക് ഒരു നന്മ വരുന്നതോ ഒരു ഉയർച്ച വരുന്നതോ ഒരു അനുഗ്രഹം വരുന്നതോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിശ്വാസികളുണ്ട്. അടുത്ത് കൂടെ പ്രാർത്ഥിക്കുകയും കൂടെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ മക്കൾക്ക് ഒരു മാർക്ക് കൂടിയാൽ മതി, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിശ്വാസികളുണ്ട്. വചനം തെളിയിച്ചു തരും. അവൻ ടെസ്റ്റ് ചെയ്ത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, എക്സ്റേ എടുത്ത് തെളിയിച്ചു തരും നീ കൊലപാതകനാണ്. പ്രൂവ് ചെയ്ത് തരും. മരണത്തിൽ നിന്ന് നീ ജീവനിൽ കടന്നിട്ടില്ല. ദൈവമക്കൾ, ഇതൊക്കെ ഞാൻ ഭയപ്പെടുത്താനൊന്നും പറയുന്ന കാര്യമല്ല. ഇതൊക്കെ ന്യായവിധിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ പ്രമാണങ്ങൾ വെച്ചിട്ടാണ് ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്. നമുക്കതിനെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാട് കിട്ടേണ്ടത് അത്യാവശ്യം.
അതാണ് പൗലോസും പത്രോസും ഒക്കെ ലേഖനങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്ന ഈ സന്ദേശമാണ്. യോഹന്നാൻ അത് എഴുതിയിരിക്കുന്നത് അതാണ്. നോക്കണം, ഈ യോഹന്നാൻ ആരായിരുന്നു എന്നുള്ളത് കൂടെ ഓർക്കണം. ശമര്യക്കാർ, നമ്മളിവിടെ ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചത് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞ കയീൻ്റെ കൊലപാതകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ ഈ പറയുന്ന ആൾ പണ്ടെങ്ങനെയായിരുന്നു? യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴും ശമര്യക്കാർ യേശുവിനെ കൈക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ യേശുവിനെ മാത്രമല്ല യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെയും അംഗീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ മേൽ ഏലിയാവ് ചെയ്തതുപോലെ തീ ഇറങ്ങുന്നത്, ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ച മനുഷ്യനാണ് ഇവിടെ പറയുന്നത്. ഇത് കൊലപാതകൻ്റെ സ്പിരിറ്റാണ്, സ്പിരിറ്റ് ഓഫ് എ മർഡറർ. കൊലപാതകൻ്റെ സ്പിരിറ്റാണ്, ജീവനിൽ കടന്നിട്ടില്ല. അതുകൊണ്ട് പുതിയ സൃഷ്ടിയായവൻ പുതിയ മനുഷ്യനെ ധരിച്ച് ജീവനിൽ കടക്കുന്ന അനുഭവത്തിൽ ഓരോ ദിവസവും ജീവിക്കണം. അതാണ് ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള വിഷയം. എബൈഡ്സ് ഇൻ ഡെത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ മരണത്തിൽ വസിക്കുന്നു, ഇരുട്ടിൽ വസിക്കുന്നു, മരണത്തിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ആ പുതിയ സൃഷ്ടിയോട് പറഞ്ഞത്. റോമർ 8:13 നമ്മൾ കണ്ടത്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. പക അതിൻ്റെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പക, പിണക്കം എന്ന് പറഞ്ഞാണ് ആ കാര്യങ്ങൾ പറയുന്നത്. മരണത്തിൽ വസിക്കുന്ന, മരണത്തിൽ തന്നെ നമ്മളെ നിർത്തിക്കളയുന്ന ഒരു വിഷയമാണത്. ഇതാണ് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം. ദൈവസന്നിധിയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെയാണല്ലോ ദൈവസന്നിധിയിൽ പലരും ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച മുതൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഒരു ഏറ്റുപറച്ചിലിൻ്റെ ദിവസമായിരിക്കട്ടെ. നമ്മുടെ കുറവുകളെക്കുറിച്ച് ദൈവം ബോധ്യം വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് അത് ഏറ്റുപറയാതെ ഇന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയാൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. ദൈവത്തിന് പിന്നെ നിങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാതെ പോകും. അതെനിക്ക് ബാധകമാണ്, നിങ്ങൾക്ക് ബാധകമാണ്. ഇന്ന് നമുക്കൊരു ഏറ്റുപറച്ചിലിൻ്റെ ദിവസമായിരിക്കട്ടെ. കർത്താവിൻ്റെ മുമ്പാകെ ഈ 2-3 ദിവസമായിട്ട് ദൈവം നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി തന്നത് നാം മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ആ ജീവനിൽ നമ്മെ നടത്തുവാൻ മതിയായവനായ ശക്തനായ ദൈവമാണ്. നമുക്ക് മുന്നോട്ട് പോകാം. 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരാം. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനെന്ന് ഇതിനാൽ അറിയും. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് എങ്ങനെ അറിയാം? നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്ന്, വി ആർ ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് എങ്ങനെ അറിയാം? സത്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരാളത്വമാണ്, യേശുവാണ്. എന്താണ് ആ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്? ദൈവം പ്രൂവ് ചെയ്യുന്ന കാര്യം. അതാണ് അടുത്ത വാക്യം പറയുന്നത്. ഒരു സെമിക്കോളൻ ഇട്ടിട്ട് ബാക്കി എഴുതിയിരിക്കുന്നത് എന്താ? ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ടെസ്റ്റ് ഇതാണ്. ഇഫ് യുവർ ഹാർട്ട് ഈസ് അറ്റ് റെസ്റ്റ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് വായിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഹൃദയം സ്വസ്ഥമായിരിക്കുകയും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ എക്സ്റേ കണ്ണിൻ്റെ മുമ്പാകെ, വചനത്തിന് മുമ്പാകെ പരിശോധിക്കുമ്പോൾ ഹൃദയം കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്നാൽ ഹൃദയം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു, ഇളകിക്കൊണ്ടിരിക്കുന്നു, ഒരു സ്വസ്ഥതയില്ല, കലങ്ങി മറിയുന്ന കടൽ പോലെ ചേറും ചെളിയും തള്ളിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് മുമ്പാകെ, പരിശുദ്ധാത്മാവിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസും കിട്ടുന്നില്ല, ഒരു ധൈര്യവും കിട്ടുന്നില്ല, ഒരു ഉറപ്പും കിട്ടുന്നില്ല. തെളിവിതാണ്, യു ആർ നോട്ട് ഓൺ ദ സൈഡ് ഓഫ് ട്രൂത്ത്. സത്യത്തിൻ്റെ പക്ഷത്തല്ല. സത്യത്തിൻ്റെ പക്ഷത്താണോ ഇല്ലയോ എന്നുള്ളത് അവരവരുടെ മനസാക്ഷി ദൈവവചനത്തിന് മുമ്പാകെ, പരിശുദ്ധാത്മാവിൻ്റെ മുമ്പാകെ വെച്ചിട്ട് കർത്താവ് തെളിയിച്ചു തരും. കർത്താവ് പറയും, നിൻ്റെ മനസാക്ഷി നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്,
നീ കാണിക്കുന്നത് ഭോഷ്കാണ്, നീ പ്രവർത്തിക്കുന്നത് ഭോഷ്കാണ്, നീ സത്യത്തിൻ്റെ പക്ഷത്തല്ല എന്ന് എത്രയോ തവണ നിൻ്റെ മനസാക്ഷി നിന്നെ ഓർമ്മപ്പെടുത്തിയതാണ്. പക്ഷെ നീ അതിനെ മറുതലിച്ചല്ലേ പോയത് എന്ന് അവൻ തെളിയിച്ചു തരും. നീ അതിനെ മൂടി വെച്ചിട്ടല്ലേ പോയത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ അവൻ തെളിവുകൾ നിരത്തും, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട്. റോമാലേഖനം അതുകൊണ്ടാണ് പറയുന്നത്, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറയും. സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന ഒരു നാളിൽ നമ്മുടെ കോൺഷ്യൻസ്, നമ്മുടെ മനസാക്ഷി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വിരോധമായിട്ട് സാക്ഷ്യം പറയും. മനസാക്ഷി പറയും, ഞാൻ അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞാണെന്നറിയാമോ, അത് ശരിയല്ല, നിൻ്റെ ജീവിതം ദൈവം ഭാഗ ക്ലിയർ അല്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ മനസ്സില്ല, മാനസാന്തരപ്പെടുത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല, അങ്ങനെ അങ്ങ് ജീവിക്കുക എന്ന് മനസാക്ഷി എന്ന് എനിക്ക് വിരോധമായിട്ട് ദൈവസന്നിധി സാക്ഷ്യം പറയരുത്. അത് നമുക്ക് വിരോധമായിട്ട് നമ്മുടെ മനസാക്ഷി പറഞ്ഞു കളയാം. നമ്മൾ വിചാരിക്കും നമ്മുടെ മനസാക്ഷി നമ്മൾ പറയുന്നിടത്ത് നിൽക്കുമെന്ന്. നിൽക്കത്തില്ല അത് കുഞ്ഞുങ്ങളെ, ദൈവമക്കളെ. നിൻ്റെ മനസാക്ഷി നിനക്കെതിരായിട്ട് ദൈവത്തോട് നിലവിളിക്കും. കാരണം ദൈവം സൃഷ്ടിച്ചിട്ട് പുതിയ സൃഷ്ടിയാക്കിയിട്ട് ഉള്ളിൽ തന്നെ ഒരു കോൺഷ്യൻസ് ഉണ്ടല്ലോ. അവൻ്റെ രക്തത്താൽ പുതിയ സൃഷ്ടിയാക്കിയപ്പോൾ ശുദ്ധീകരിച്ചെടുത്ത കോൺഷ്യൻസ് ഉണ്ടല്ലോ. ആ മനസാക്ഷി കുറ്റപ്പെടുത്തുന്ന ഒരു വിഷയത്തിൽ പിന്നെ ഒരടി മുന്നോട്ട് പോകരുത്. ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് നിലവിളിച്ചോണം. മനസാക്ഷി അല്ലെങ്കിൽ ന്യായവിസ്താരത്തിൽ ചെന്ന് നമ്മൾ എൻ്റെ മനസാക്ഷി മറുകണ്ഠം ചാടിയോ എന്ന് അന്നേരം പറയരുത്. അത് മറുകണ്ഠം ചാടും. ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നിട്ട് ആമേൻ നിലവിളിക്കും. കൈനോട് ദൈവം പറഞ്ഞു, ഹാബേലിൻ്റെ രക്തം വയലിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഹാബേലിൻ്റെ രക്തം നിലവിളിച്ചതുപോലെ നമ്മുടെ മനസാക്ഷി നമുക്ക് വിരോധമായിട്ട് പറഞ്ഞു കൊടുക്കും ദൈവത്തോട്. ഞാൻ പല പ്രാവശ്യം അവൻ്റെ ഉറക്കത്തിലും അവൻ ഉണർന്നിരുന്നപ്പോഴും അവൻ ദൈവവചനം വായിച്ചപ്പോഴും അവൻ ഉപവസിച്ചപ്പോഴും പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോഴും ഇത് നിന്നെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്നോടാണ് പറയുന്നത്, നിന്നോടാണെന്ന് പറയുന്നതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ മറുതലിച്ച് ജീവിച്ചു, തമ്പുരാൻ ഇഷ്ടമുള്ള ചെയ്തോ എന്ന് നമ്മുടെ സ്വന്തം മനസാക്ഷി നമുക്കെതിരായിട്ട് പറയും. വളരെ ഗൗരവമായിട്ട് ക്രിസ്ത്യ ജീവിതത്തെ എടുക്കാമോ? ദിസ് ഈസ് എവിഡൻസ്. യോഹന്നാൻ പറയാണ്, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. എപ്പോഴാണ് പ്രാഗൽഭ്യം? ന്യായം വിസ്തരിക്കുന്ന നാട്ടിലൊരു ദിവസം വരും, ദൈവസന്നിധിയിൽ നിൽക്കുന്ന നാട്ടിലൊരു ദിവസം വരും. അന്ന് ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാം. പൗലോസ് പറഞ്ഞതാണ്, ആമേൻ, ദൈവത്തോടും മനുഷ്യരോടും ഒരു കുറ്റമറ്റ മനസാക്ഷി എപ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ പരിശ്രമിക്കും. ഞാൻ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ വരരുത്. എൻ്റെ കോൺഷ്യൻസ് എന്നോട് പറയരുത് നീ ശരിയല്ല എന്ന്. എന്നോട് എൻ്റെ കോൺഷ്യൻസിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കും. അത് മറുതലിച്ചു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അത് നമ്മുടെ ജീവിതത്തിലൊരു സമർപ്പണമായിരിക്കട്ടെ. ദാറ്റ് ഈസ് എവിഡൻസ്. ലാബറട്ടറി പരിശോധിക്കുന്ന പോലെ ഈ ഭൂമിയിലെ ലാബറട്ടറിയിൽ എക്സ്റേ എടുക്കാം, MRI എടുക്കാം, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, വേറെ പല ടെസ്റ്റുകളും ചെയ്യാം. പക്ഷേ സ്വർഗത്തിൻ്റെ ലാബറട്ടറിയിൽ നിൻ്റെ മനസാക്ഷി പോലും ടെസ്റ്റ് ചെയ്ത് തെളിവായിട്ട് കൊണ്ടുവരും. അത് മറക്കരുത്. പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം വളരെ ഗൗരവമായ വിഷയങ്ങൾ നമ്മെ ഓർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ വരവ് കാലം തൊഴിക്കാൻ അധികം സമയം ഇനി ബാക്കിയില്ല. അടുത്ത കോമൺ മീറ്റിങ്ങിന് മുമ്പ് നമ്മൾ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പോലും അറിയത്തില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിഷയത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിൻ്റെ 20-19 ഇവിടെ ആ ഓർഡർ തിരിച്ചാണ്. മനസാക്ഷി കുറ്റം വിധിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തോടൊരു പ്രാഗൽഭ്യവുമില്ല. മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ട്. ഇനി 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 2-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. നമ്മിൽ വ്യാപരിക്കുന്ന ആ സ്പിരിറ്റ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് തന്നെയാണോ വ്യാപരിക്കുന്നത്? ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് തന്നെയാണോ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണോ? എല്ലാവരും പറയുന്നത് ദൈവം സംസാരിച്ചു, ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് ദൈവാത്മാവ് തന്നെയാണോ? എങ്ങനെ അറിയാം? ടെസ്റ്റ് ഇതാണ്, ഒറ്റ ടെസ്റ്റാണ്. പറഞ്ഞ കാര്യം സംഭവിച്ചോ എന്നുള്ളതല്ല അതിൻ്റെ ടെസ്റ്റ്. ജീസസ് കെയിം ഇൻ ദ ഫ്ലഷ്. യേശു ജഡത്തിൽ വെളിപ്പെട്ടു. അതൊരു വലിയ മർമ്മമാണ്. ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു
അടുത്ത സ്റ്റെപ്പാണ് കൊലോസ്യ ലേഖനം 1:27 വായിച്ചത്. ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം ആദ്യം വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എങ്ങനെയാണ് യേശു ജഡത്തിൽ വെളിപ്പെട്ടത്? ഹൗ ഡിഡ് ജീസസ് കം ഇൻ ടു ദ ഫ്ലഷ്? എങ്ങനെയാണ് വെളിപ്പെട്ടത്? ദ വേർഡ്. നമ്മൾ പെട്ടെന്ന് ഈ ഉത്തരം പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നും മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി യേശു ജനിച്ചു. ആ ഉത്തരവും ശരിയല്ലേ? പക്ഷെ യോഹന്നാൻ, ഈ 1-ാം ലേഖനം എഴുതിയ അതേ യോഹന്നാനാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ പറയുകയാണ്, ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം ഒരു മാംസരക്തമുള്ള ഒരാളായിട്ട് മാറി. അത് മുഴുവനും വചനമാണ്. ദൈവവചനം ഒരാളത്വമായിട്ട് മാറി. യേശുവിനെ നോക്കിയാൽ ദൈവത്തിൻ്റെ സകല വചനങ്ങളും അവരിൽ നിവൃത്തിയായിട്ട് നമുക്ക് കാണാം, ആളത്വമായിട്ട് കാണാം. മോശയുടെ 10 കൽപ്പനകളും പ്രവാചകന്മാർ അരുളി ചെയ്തതും, മോശയുടെ ന്യായപ്രമാണ പുസ്തകവും പ്രവാചക പുസ്തകവും സങ്കീർത്തന പുസ്തകവും സകലതും യേശുവിലുണ്ട്. ഈസ് ദ പേഴ്സോണിഫൈഡ് വേർഡ്. ആളത്വമായിട്ട് വചനം നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശു. യോഹന്നാൻ എന്തൊരു വലിയ വെളിപ്പാടാണ് പറയുന്നത്. യോസഫിന് വിവാഹം നിശ്ചയം ചെയ്ത മറിയയുടെ മകനായിട്ട് നാട്ടുകാരവനെക്കുറിച്ച് പറഞ്ഞു, ഇവൻ മറിയയുടെ മകനും ഇന്നാരിന്നാരുടെ സഹോദരനുമായ തച്ചനല്ലയോ എന്നാണ് നാട്ടുകാർ പറഞ്ഞതെങ്കിൽ യോഹന്നാൻ ഒരു ദൈവിക വെളിപ്പാട് പ്രാപിച്ച മനുഷ്യൻ പറയുകയാണ്, ഹി ഈസ് ദ വേർഡ് ഹു കെയിം ഇൻ ഫ്ലഷ്. വചനം ജഡമായി തീർന്നു. എന്തിനാണ് വചനം ജഡമായി തീർന്നത്? അതാണ് 18-ാം വാക്യത്തിൽ പറയുന്നത്. 18-ാം വാക്യം വായിച്ചു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ലാത്ത മനുഷ്യർ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ആരെന്ന് ഒന്ന് അറിയേണ്ടതിന്, അത് കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ എങ്ങനെയാണ്? ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ ദൈവം ആരെന്നറിയേണ്ടതിന് അവരെ ഒന്ന് വെളിപ്പെടുത്തി കാണിക്കാനാണ് യേശു ജഡത്തിൽ വെളിപ്പെട്ടത്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഇത് പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവത്തിൻ്റെ പർപ്പസ് ഇതാണ്. ഹൂ ഈസ് ഗാഡ്? വേർഡ് ബിക്കെയിം ഫ്ലഷ് ടു ഡെമോൺസ്ട്രേറ്റ് ടു ദ വേൾഡ് that this is God. ഇതാണ് ദൈവം, ഇതാണ് ദൈവം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് വചനം ജഡമായി ആളത്വമായി നമ്മുടെ പാർത്ത്. ഇതേ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്ന എന്തിനാണെന്നറിയാമോ? അതാണ് കൊലോസ്യർ 1:27 ആ മർമ്മം പൗലോസ് പറഞ്ഞത്. ഇതാണ് യേശു എന്ന് ലോകത്തിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ദിസ് ഈസ് ജീസസ്. യേശു ഇങ്ങനെയാണ് ചെയ്യുന്നത്, യേശു ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, യേശു ഇങ്ങനെയാണ് വിശുദ്ധിയോടെ ജീവിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് ആളത്വമായിട്ട് കാണിച്ചു കൊടുക്കണം. അതാണ് പരിശുദ്ധാത്മാവ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് കൃപകളും കൃപാവരങ്ങളും ശുശ്രൂഷകളും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ കാണുന്നവർ നമ്മുടെ പൊങ്ങച്ചമാണോ കാണുന്നത്, അതോ യേശുവിൻ്റെ താഴ്മയാണോ കാണുന്നത്? നമ്മുടെ വീമ്പടിയാണോ കേൾക്കുന്നത്, അതോ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന യേശുവിനെയാണോ കാണുന്നത്? ആർ ദേ സീയിങ് ജീസസ് ഇൻ മീ? ആൻഡ് ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഏതാണ് ദൈവത്തിൻ്റെ ആത്മാവ്? എന്നെക്കുറിച്ച് എന്നിലൂടെ എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, എല്ലാ ശുശ്രൂഷകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്നിലൂടെ യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മെ ഒടുവിൽ ഈ പരിശുദ്ധാത്മാവ്, ആത്മാവെന്ന ദാനമായി നാം കണ്ണാടിയിൽ അവനെ ആയിരിക്കുന്ന പോലെ പ്രതിബിംബിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട്
ഒടുവിൽ നമ്മെ യേശുവിനെ പോലെ ആക്കി തീർക്കും. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദിസ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. അതുകൊണ്ട് ഈ എന്തെങ്കിലുമൊക്കെ കാണുന്ന ഉടനെ, എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണുമ്പോൾ, എന്തെങ്കിലുമൊക്കെ പ്രവചനം കാണുമ്പോൾ ഇതെല്ലാം ദൈവാത്മാവാണെന്നും പറഞ്ഞ് ചാടിപ്പറിച്ചങ്ങ് പൊക്കളയരുത്. ദൈവത്തിൻ്റെ ആത്മാവിനെ ഇതിനാൽ അറിയാം. ആ സ്പിരിച്വൽ ആത്മീയ ജീവിതത്തിൻ്റെ, പുതിയ നിയമ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കെമിസ്ട്രിയാണ് യോഹന്നാൻ പറയുന്നത്. പരിശോധിച്ച് മനസ്സിലാക്കേണ്ട ഇതാണ്: യേശുവിൽ എന്തെല്ലാം വെളിപ്പെട്ടോ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ, അതുപോലെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഇനി അതിൻ്റെ മറുവശം കൂടെ വായിക്കുമ്പോഴേ നമുക്കതിൻ്റെ പൂർണ്ണ ചിത്രം കിട്ടുകയുള്ളൂ. അതിൻ്റെ മറുവശം താഴോട്ട് പറയുന്നുണ്ട്. മൂന്നാം വാക്യം, രണ്ടാം വാക്യമല്ലേ നമ്മൾ വായിച്ച, 6-ാം വാക്യം കൂടെ വായിച്ചേ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. യേശു ദൈവത്തിൽ നിന്നുള്ളവനായിരുന്നത് പോലെ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും ദൈവത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, 2 വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അതിൻ്റെ മറുവശം പറയുന്നത് വേറെ 2 ആത്മാക്കളുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ട് വഞ്ചനയുടെ ആത്മാവ്. ഇവിടെ സ്പിരിറ്റ് ഓഫ് എറർ എന്ന് എഴുതിയിരിക്കുകയാണ്. വഞ്ചനയുടെ ആത്മാവ്. 4-ാം അധ്യായം 3-ാം വാക്യം. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യേശുവിനെ എങ്ങനെ സ്വീകരിക്കാത്തതാ? യേശുവിനെ സ്വീകരിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അവിടെ രക്ഷിക്കപ്പെടുമ്പോൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചല്ല. 2 യോഹന്നാൻ 7-ാം വാക്യം വായിച്ച് ഇതേ കാര്യം 2 യോഹന്നാനിലെ യോഹന്നാൻ വിശദീകരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന യേശുവിനെ സ്വീകരിക്കാത്ത എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വാക്ക് 2 യോഹന്നാനിലാണത് ഒന്നും കൂടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. യേശുവിനെ ജഡത്തിൽ വെളിപ്പെട്ട വചനമായി സ്വീകരിക്കാത്ത, വായിച്ചോ, വഞ്ചകന്മാർ. വഞ്ചനയുടെ ആത്മാവ്, വഞ്ചകന്മാർ എന്നാണ് അവിടെ പറയുന്നത്. വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ തന്നെ. ലോകത്തിലൊടുവിൽ എതിർ ക്രിസ്തു വരും. അത് നമുക്കറിയാം. ആ എതിർ ക്രിസ്തു എന്താ ചെയ്യുന്നത്? അവൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. ദൈവമെന്നോ ദൈവവിഷയമെന്നോ ഉള്ള സകലത്തിൻ്റെയും മേൽ തന്നെത്താൻ ഉയർത്തിയിട്ട് ആരാധന മുഴുവനും കൈക്കലാക്കുന്ന, ബഹുമാനവും സ്തുതിയും എല്ലാം കൈക്കലാക്കുന്ന ഒരുത്തനാണ് എതിർ ക്രിസ്തു. അവനെക്കുറിച്ച് ഉപയോഗിക്കുന്നത് വഞ്ചനയുടെ ആത്മാവ്. നമ്മുടെ ജീവിതത്തിൽ അത് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. വഞ്ചനയുടെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. വഞ്ചനയുടെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. വഞ്ചിക്കപ്പെട്ടു പോകരുതേ. ലാബറട്ടറി പരിശോധിക്കുന്ന പോലെ കർത്താവ് പരിശോധിക്കും. നീ പ്രവർത്തിച്ചതും ചെയ്തതുമെല്ലാം നിൻ്റെ പുകഴ്ചയ്ക്കും നിൻ്റെ പൊങ്ങച്ചത്തിനും നിൻ്റെ സ്ഥാനമാനങ്ങൾക്കും നിന്നെ വലുതാക്കാനും നിന്നെ പ്രശസ്തനാക്കാനും നിന്നെ എന്തോ വലിയ ഒരു ദിവ്യനാക്കാനും വേണ്ടിയായിരുന്നു, എന്നെ ഉയർത്താനല്ലായിരുന്നു എന്ന് അവൻ ലാബറട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് എടുത്ത് കൈ തരും. അതുകൊണ്ട് നമുക്ക് ദൈവം ഭാഗെ താഴാം. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതുപോലെ എന്നിലും യേശു വെളിപ്പെടുത്തണം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വെളിപ്പെടണം. അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. 7-ാമത്തെ വിഷയത്തിലേക്ക്, അവസാനത്തതിലേക്ക് വരാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. ദൈവമക്കളെ സ്നേഹിക്കുന്നെന്ന് എങ്ങനെ അറിയാം? എല്ലാ ദിവസവും ഫോൺ ചെയ്യുന്നതിനാൽ അറിയാം. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? കാണുമ്പോൾ പ്രൈസലോട് പറയുന്നതിനാൽ അറിയാം. ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് ഏതിനാൽ അറിയാം? എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതിനാൽ അറിയാം. ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് പറയുന്നത് ഇത്രയാണ്: ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ അത് ദൈവമക്കളെ സ്നേഹിക്കുന്നതാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പോഴത്തെ കാലത്ത് അത് അത്ര പ്രസക്തമാണോ എന്ന് എനിക്കറിയത്തില്ല. പഴയ കാലത്ത് ഞങ്ങളൊക്കെ വളർന്ന കാലത്ത് ഈ മാതാപിതാക്കളെ വിളിച്ചിട്ട് മക്കളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സദൃശവാക്യം അതാ പറയുന്നത്. മക്കളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അവൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതിനാൽ അറിയാം. അവന് മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ മൊബൈൽ കൊടുക്കും, വണ്ടി വേണമെന്ന് പറയുമ്പോൾ വണ്ടി വാങ്ങിച്ചു കൊടുക്കും, അവൻ അത് വേണമെന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കും, ഇത് വേണമെന്ന് പറയുമ്പോൾ ഇത് വാങ്ങിച്ചു കൊടുക്കും. അതാണോ അതിൻ്റെ തെളിവ്?
അവൻ തെറ്റ് ചെയ്യുമ്പോൾ നല്ല അടി പൊട്ടിക്കുന്നതിനാൽ അറിയാമെന്നാണ് സദൃശ്യവാക്യം പറയുന്നത്. അതാണ് മക്കളെ സ്നേഹിക്കുന്നെന്നുള്ളതിൻ്റെ പ്രൂഫ്. അതാണ് വടിയെ സ്നേഹിക്കുന്നവൻ മകനെ പകയ്ക്കുന്നു. അതുപോലൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നീ ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പന പ്രമാണിക്കുന്നത് കൊണ്ടാണ് വെളിപ്പെടേണ്ടത്. ഇനി അതിൻ്റെ മറുവശം കൂടെ നോക്കിയേച്ച് നമുക്കതിൻ്റെ ഫുൾ പിക്ചർ കിട്ടുള്ളൂ. 4-ാം അധ്യായത്തിൽ അതിൻ്റെ മറുവശം പറഞ്ഞേച്ചാണ് 5-ാം അധ്യായം തുടങ്ങുന്നത്. 4-ാം അധ്യായം 20-ാം വാക്യം വായിച്ച്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനോട് പക, അത് ദൈവകൽപ്പനയുടെ ലംഘനമാണോ? പകയ്ക്കരുത് എന്നുള്ള ദൈവകൽപ്പന ലംഘിക്കുന്നു. നീ ദൈവകൽപ്പന അനുസരിച്ച് നടന്നാൽ മതി. സഹോദരനെ സ്നേഹിക്കാൻ പറ്റും, എല്ലാ ദൈവമക്കളെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാ ദൈവമക്കളോടും സ്നേഹത്തിൽ നടക്കാൻ പറ്റും. ദൈവമക്കളോടുള്ള സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നുമില്ല, ദൈവകൽപ്പന അനുസരിക്കുന്നില്ല. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. അടുത്ത വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് കൽപ്പനയാ. കൽപ്പനയനുസരിച്ചാൽ മതി. പകയ്ക്കരുത് എന്ന് കൽപ്പനയുണ്ട്, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് കൽപ്പനയുണ്ട്. എല്ലാം കൽപ്പനയെ പറഞ്ഞിട്ടുണ്ട്. കൽപ്പന നീ അനുസരിച്ചാൽ നീ സഹോദരനെ സ്നേഹിച്ചോളൂ. നമ്മൾ അളവ് നോക്കുന്നത് ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതല്ല ദൈവത്തിൻ്റെ ലാബറട്ടറി പരിശോധിക്കുന്നത്. നീ കൂട്ടു സഹോദരനെ സ്നേഹിച്ചോ എന്നുള്ളത്, കൂടെ കൂടെ അവൻ്റെ വീട്ടിൽ ചെന്നോ എന്നുള്ളത് നോക്കിയിട്ടല്ല. കൽപ്പനയിലുണ്ട് ഇതെല്ലാം. പകയ്ക്കരുതെന്ന് കൽപ്പനയുണ്ട്, സ്നേഹിക്കണമെന്ന് കൽപ്പന. ഇവിടെ കൽപ്പനയെക്കുറിച്ചാണ് പറയുന്നത്. കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അങ്ങ് പ്രമാണിച്ച് നടക്കാമോ, സഹോദരനോട് സ്നേഹമായിരിക്കും. ഭാര്യയെ സ്നേഹിക്കുന്നത് എങ്ങനെ അറിയാം? കൂടെ കൂടെ ഓരോ സാരി വാങ്ങിച്ചു കൊടുക്കുന്നതിനാൽ അറിയാം എന്നാണോ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. കൽപ്പന അങ്ങ് അനുസരിച്ചാൽ മതി. ഭർത്താക്കന്മാരോട് കൽപ്പന എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അതങ്ങ് അനുസരിച്ചാൽ നീ ഭാര്യയെ സ്നേഹിച്ചോളൂ. അതിൻ്റെ അകത്തുണ്ട് സ്നേഹിക്കുന്ന കാര്യം എല്ലാം അതിനകത്തുണ്ട്. ഒബേ ദ കമാൻഡ്മെൻറ്റ്സ്. കൽപ്പന അങ്ങ് അനുസരിച്ച് വെച്ചാൽ മാത്രം മതി. അതാണ് ശരിയായ സ്നേഹത്തിൻ്റെ ദൈവം പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം. ദൈവകൽപ്പനയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രമാണിക്കാമോ? ആൻഡ് ദാറ്റ് ഈസ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ലവ്. അതാണ് സ്നേഹത്തിൻ്റെ പ്രദർശനം. നമ്മുടെ നിർവചനത്തിലുള്ള, നമ്മുടെ ചിന്താഗതിയിലുള്ള പലതും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെയും കൾച്ചറിൻ്റെയും ഒക്കെ ഒരു ആകെത്തുകയായിട്ടാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതത്തെ കണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാമെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ 7 കാര്യങ്ങൾ യോഹന്നാൻ്റെ ലേഖനം ഇനി വീട്ടിൽ പോയി ആ 1-ാം ലേഖനം ശ്രദ്ധയോടെ വായിക്കണം. ഈ എവിഡൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ഇൻഫറൻസസും അതിൻ്റെ മറുവശം, അതല്ലെങ്കിൽ എന്താണ്, അതല്ലെങ്കിൽ എന്താണ്, അത് ഉണ്ടെങ്കിൽ എന്താണ്, അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റെടുക്കാം. അതാണ് ഒരു പുതിയ സൃഷ്ടിയായ ഒരു വ്യക്തി പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം.